ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ചാളമീൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചാള ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ ഉപ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മീനിലോട്ട് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാം, ബാക്കി കറി വയ്ക്കുകയും ചെയ്യാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നേരം നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ മൺചട്ടിയിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം മീനിൽ ഇപ്പം നന്നായിട്ട് നെയ്യുള്ള സമയമാണ്, അതുകൊണ്ട് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലോട്ട് ഞാൻ 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലോട്ട് ഒരു 1/4 സ്പൂണോളം ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. മീൻ കറിയിലോട്ട് ഉലുവയും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉലുവയും ഇപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള 20 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒരു വലിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കുറച്ചൊന്ന് കളറൊക്കെ മാറി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും നേരമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, 2 സ്പൂൺ ഫിഷ് മസാല ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടൊരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ, 2-3 നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും പൊടികളാണ് ഈ കറിയിലോട്ട് ചേർത്തിരിക്കുന്നത്. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് പൊടികൾ മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് കൂടുതൽ കുടംപുളി ചേർക്കുന്നുണ്ട്. ഇവിടെ മീൻ കറിക്ക് നല്ല പുളി ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ പുളി, 5-8 ചുള പുളി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് അത് വ്യത്യാസപ്പെടുത്തുക. ഇനി പുളി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 സ്പൂണോളം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഈ കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. മീൻകറിക്ക്, ഈ ചാളമീൻ കറിക്ക് അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. മാത്രമല്ല നമ്മളിത് നന്നായിട്ട് വറ്റിച്ചുമാണ് എടുക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇപ്പം നമ്മളുടെ മീൻ കറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത് വരഞ്ഞ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോഗ്രാം ചാളമീനാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനും ഒന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ തന്നെ കറി വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തി ചെയ്യുക കേട്ടോ. അപ്പോൾ വരഞ്ഞു കൊടുത്തതിന് ശേഷമാണെങ്കിലും അല്ലെങ്കിലും ഈ മീൻ കറി നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഒരുപാട് ഇളക്കി കൊടുക്കാതിരിക്കുക, കാരണം കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, ഇത് തിളച്ച് കഴിയുമ്പോൾ ചട്ടി എടുത്തിട്ട് സാവകാശം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതുപോലെ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നമ്മൾ സ്പൂണിട്ട് ഇളക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുക കേട്ടോ. കഷ്ണങ്ങളൊന്നും ഒട്ടും പൊടിഞ്ഞു പോകാതിരിക്കും. ഇപ്പോൾ ഈ കറി വെന്തിട്ടുണ്ട് കേട്ടോ. ചാളമീൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പം ഇനി നമുക്ക് ഇതിനകത്തെ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ച് കുറുകി കിട്ടണം. അതുവരെയാണ് ഇനി ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഞാനൊരു 3-4 പച്ചമുളക് നടുവേ കീറിയതും, അതുപോലെ തന്നെ കുറച്ച് തക്കാളിയുടെ കഷ്ണങ്ങൾ, ഒരു പകുതി തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചാറ് നന്നായിട്ട് വറ്റി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആദ്യത്തേക്കാളും വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ചട്ടിയെടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഇളക്കുന്നതിന് പകരമായിട്ട്. 5-6 മിനിറ്റോടെ സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഇതിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഈ സമയത്ത് ചാളയ്ക്ക് നല്ല നെയ്യുള്ള സമയമാണെന്ന്. അതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കറിക്ക്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇതാ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊന്ന് കറി തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.